ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. നമ്മളെ നാട്ടില് കല്യാണ ബിരിയാണി എന്നൊക്കെ പറയും. അപ്പൊ കല്യാണത്തിനും ഈ സൽക്കാരത്തിനും പുതിയാപ്ല സൽക്കാരമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ബിരിയാണിയാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഒരു ഉഷാറ് കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 1.25 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കന് ഞാൻ ആദ്യം തന്നെ തൈര് ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഉപയോഗിച്ചിട്ട് ചിക്കനെ നന്നായിട്ട് കുഴച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് നെയ്യാണെങ്കിലും കുഴപ്പമില്ല, RKG മിൽമ ഏതായാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ RKG അല്ല, അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ RKG നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഓയിൽ ആണ് നമ്മൾ മൊത്തം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെ വേറെ എടുക്കുന്ന ആവശ്യമില്ല. അതുകൊണ്ടാണ് ഫസ്റ്റിൽ തന്നെ ഇത്രയും ഓയിൽ എടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാനിതാ ഫസ്റ്റ് ഒരു 2 കൈപ്പിടി നിറയെ ഒരു 2 വലിയ സവാള സ്ലൈസ് ചെയ്ത് ഭയങ്കര നൈസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ, ബിരിയാണിക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനാണ് കൂടുതൽ സമയം എടുക്കുക. പിന്നെ ഉള്ളി പൊരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കും വേണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം എല്ലാ ഭാഗത്തും ഒരേപോലെ ഇങ്ങനെ മുരിഞ്ഞ് വരണമല്ലോ. അപ്പം അതിനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഈ ഒരു കളറിൽ, ഈ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ഉള്ളി എടുക്കണേ. ഇനിയും വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പം ബിരിയാണീൻ്റെ ടേസ്റ്റ് മാറും. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് കോരിയെടുക്കാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ കോരിയെടുക്കുമ്പം ശ്രദ്ധിക്കണം, അടിയുള്ളത് അതായത് അതിലുള്ളത് വീണ്ടും കരിഞ്ഞു പോകും. അപ്പൊ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമ്മൾ അല്ലെങ്കിൽ സ്റ്റൗവിന്റെ മേലെ നിന്ന് പൊന്തിച്ച് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോകും. അപ്പൊ ഞാൻ ഉള്ളിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം ഓയിലിലോട്ട് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മുടെ മുന്തിരിയൊക്കെ ഇട്ടുങ്ങാണ്ട് ആക്കാണ്. പക്ഷെ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ലാത്ത കാരണം ഞാൻ മുന്തിരി മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അതൊന്നും ജസ്റ്റ് ഒന്ന് അതിലോട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്. അപ്പൊ എൻ്റെ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് മാറ്റി വെക്കാം നമ്മള്. അതേലേ ഫസ്റ്റിലെ നമ്മൾ ഈ ബിരിയാണിക്ക് ഓയിൽ എടുക്കല്ലോ, ഓയിലും നെയ്യും പാടെ മിക്സ് ആക്കിയല്ല എടുക്കുന്നത്. അപ്പൊ ആ ഓയിൽ തന്നെ എല്ലാത്തിലേക്കും എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ബിരിയാണിക്ക് വരാം. ഇനിയില്ലേ ബിരിയാണീൻ്റെ മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 3 സവാളയായിട്ട് എടുത്തത്. 3 വലിയ സവാള സ്ലൈസ് ആക്കി കട്ട് ചെയ്തതാണ്. അത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച് അതിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്ത് അതിൽ തന്നെ ആണ് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഉള്ളിയെല്ലാം നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് വഴറ്റി കൊടുക്കുകയാണേ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഈ വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരെ നമ്മൾ വഴറ്റി കൊടുക്കാം. ചിലവർക്കൊന്നും ഉള്ളിയൊന്നും ഭയങ്കരമായിട്ട് വാടുന്ന ഇഷ്ടമുണ്ടല്ലോ. ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഉള്ളി ഇങ്ങനെ കടിക്കേണ്ടി വരും മസാലയിൽ. പക്ഷെ എങ്കിൽ എനിക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നാലോട്ട് ഇഷ്ടം. അതുകൊണ്ട് ഉള്ളി ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലോട്ട് ഞാൻ ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്തെങ്ങാണ്ട് 2 വലിയ തക്കാളി ആയിട്ട് എടുത്തത്. കാരണം തൈരിന് എന്തായാലും പുളിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് 2 വലിയ തക്കാളി എടുത്തിട്ടാണ്. ഇനി അതിലോട്ട് ഞാനിതാ ഒരു 7 പച്ചമുളകോളം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചതാണ്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് പച്ചമുളക് ഞാൻ നമുക്ക് ബിരിയാണിയുടെ ചോറ് ഉണ്ടാക്കുമ്പോൾ ആവശ്യമുണ്ട്, അതിനായിട്ട് മാറ്റി വെക്കാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിലോട്ട് ഞാനിതാ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബിരിയാണി മസാല, ഗരം മസാല ആണ്, അത് തന്നെ ബിരിയാണി മസാല ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് കുരുമുളക് പൊടി ചേർത്താൽ മതി. ഇപ്പം ഇത് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലോട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു പിടി മല്ലിയിലയും
പുതിനയിലയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണല്ലോ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ വരും. അപ്പൊ അതാ കിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊക്കെ നല്ലോടത്തൊന്ന് ചേർന്ന് വരട്ടെ. അപ്പൊ പിന്നല്ലേ ഞാൻ ഇതിലോട്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആകെ ഈ ഗരം മസാല തന്നെ ചേർത്തിട്ടുള്ളൂ. ഗരം മസാല, ബിരിയാണി മസാല അതന്നെ ഞാൻ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർക്കണില്ല. ഒരുപാട് നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ അതിന്റെ ആ ഫ്ലേവർ കുത്തുവരും. അപ്പൊ ഈ ബിരിയാണിക്ക് അതിന്റെ ആവശ്യമില്ല, ഇത്രയും മതി. ഇതന്നെ ധാരാളം, ഇതന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഞാൻ ആ ചിക്കനൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഒരു സ്പാച്ചുല വെച്ചിട്ടോ, ഇനിയിപ്പം അതല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഒരു ചെറിയ ചൂടുണ്ടാവും, കാരണം പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ ചൂടാക്കിയതാണല്ലോ. അപ്പൊ ഞാനിത് ഒന്ന് കൈ ഉപയോഗിച്ചിങ്ങാണ്ട് ഒന്ന് അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിതൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതൊന്നും മാറ്റി വെക്കുന്നു. ഇനി ഞാനത് ചോറ് റെഡിയാക്കാണ്. അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് ചേർന്ന് വന്നോളും. അപ്പൊ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറുണ്ടാക്കണ പരിപാടി നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ ഓയില്, നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ഓയിൽ ഉണ്ടല്ലോ, അതന്നെയാണ് എല്ലാത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിന്നൊരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ, 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് പട്ടയും ഒരു 3 കഷ്ണം പട്ടയും ഒരു 6 പൂവും കറാമ്പൂവും പിന്നെ ഒരു 6 ഏലക്കായും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ പൊട്ടി വരും. അപ്പൊ ആ സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാണ്. ഉള്ളി നേരിതാക്കി അരിഞ്ഞ് വേണം ചേർക്കാനും. ഇത് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ഈ വെള്ളം എടുക്കുന്ന ഈ ഗ്ലാസത്തിന്റെ അളവിൽ തന്നെയാണ് 3 ഗ്ലാസ് അരി എടുക്കുന്നത്. അപ്പൊ അതിലോട്ട് ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം, ശരിക്കും 6 ഗ്ലാസ് എന്നുള്ള കണക്ക്. അപ്പൊ ഞാൻ അതിൽ 1 ഗ്ലാസ് കുറച്ചുകൊണ്ടാണ് വെക്കുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൈസ് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ദമ്മിടല്ലോ, അപ്പൊ ആ ടൈമിൽ നമ്മുടെ റൈസ് ഒന്നുകൂടെ വെന്ത് വരും. അപ്പം ഒരുപാട് വെള്ളം ചേർത്ത് ആദ്യം വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് നല്ല വെന്തൊരു കുഴമ്പലായി മാറും. അപ്പൊ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ അതിലോട്ട് ഇതാ കുറച്ച് പച്ചമസാല ഒക്കെ ചേർത്തിട്ടുണ്ട്. അതായത് ഈ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു 1/2 ടീസ്പൂൺ വീതം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. അരി ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ റൈസിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പം അതിന് ഇതാ ഇട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ ഇതാ ഞാനത് റെഡി ആയിട്ടുണ്ട്. അത് റെഡി ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇനി ദമ്മിടുന്ന പരിപാടിയാണ്. അപ്പൊ അതിനായിട്ട് ഇതാ ഞാൻ ആ റൈസ് വേവിച്ച ആ പാത്രം തന്നെയാണ് എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ മസാല തേച്ച് വെച്ച നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഈ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം പാർന്നുകൊണ്ട് അതും അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അതിൽ കുറച്ച് മസാല ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വരാനുണ്ടല്ലോ. അപ്പൊ ഇത്തിരി വെള്ളം പാർന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിന്റെ മേലോട്ട് നമ്മളുടെ റൈസ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണേ, ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ പിന്നെ വേറെ തൈരൊന്നും ചേർത്തിട്ടില്ല, കാരണം ആ ചിക്കനിൽ തൈര് ഉണ്ടല്ലോ, തൈരിലാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ഇനി റൈസ് ഇട്ട് കൊടുക്കാം, ഓരോ ലെയർ ആയി റൈസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ റൈസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, കട്ടയുള്ളതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണേ. അങ്ങനെ ഒരു ലെയർ റൈസ് ഇട്ടതിന് ശേഷം ഞാനിതാ കുറച്ച് മല്ലിയില എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 2 പിഞ്ച് ഗരം മസാലയും എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിട്ട് വരാം. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ട് പൊരിച്ച് വെച്ച ഉള്ളിയും അതുപോലത്തെ മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതും മിക്സ് ആക്കിങ്ങാണ്ട് അതും എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിന്റെ മുകളിലോട്ട് അടുത്ത ലെയർ ചോറിട്ട് കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്തെടുക്കട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കുക, പിന്നെ ഗരം മസാല അല്ല ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക, പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഒരു നേരത്തെ മാറ്റി വെച്ച ഓയിൽ ഉണ്ടല്ലോ, അതും കുറച്ച് അതിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കാരണം ആ ഓയിലും നെയ്യും പാടെയല്ല വരുന്നത്. അപ്പൊ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ റൈസിന് വരാം. എന്നിട്ട് പിന്നെ നമ്മൾ അതൊരു ഫോയിൽ പേപ്പറൊക്കെ വെച്ചിങ്ങാണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ സിമ്മിലിട്ടുങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്യാം,
അത് ദമ്മാക്കി എടുക്കാം. അപ്പം നമ്മൾ എത്രത്തോളം ദമ്മിൽ വെക്കുന്നു അത്രയും ടേസ്റ്റ് ആയിട്ട് നമ്മളെ ബിരിയാണിക്ക് വരെ നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുമ്പം നമ്മുടെ ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് വരില്ല. അത് ദമ്മിലിട്ട് വെക്കുമ്പോഴാണ് ബിരിയാണിയുടെ കറക്റ്റ് രുചി കിട്ടുക. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പം ഞാനിതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് ഓയിലും തൂക്കി കൊടുക്കുന്നുണ്ട്. നല്ല രുചിയായിട്ട് ഈ ബിരിയാണി കഴിക്കാൻ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതാ ഒരു ഫോയിൽ പേപ്പർ വെച്ചിങ്ങാണ്ട് ക്ലോസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാഫ് ആൻ അവർ സിമ്മിലിട്ടും കൊണ്ട് ദമ്മിട്ട് വെക്കാം. അപ്പൊ ഇതാ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ ബിരിയാണി ഓപ്പൺ ചെയ്ത് നോക്കാണേ. നമ്മുടെ ബിരിയാണി ഒക്കെ ഇതാ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രുചിയാണ് കഴിക്കാൻ. കാരണം ഒരുപാട് മസാലയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് വരുന്നത്. ഇതാ ബിരിയാണിയൊക്കെ സൂപ്പറായി സെറ്റ് ആയിട്ടുണ്ട്. റൈസൊക്കെ പാകത്തിനായിട്ട് വെന്തിട്ടുള്ളത്. ഒരുപാട് വെന്ത് അലിഞ്ഞു പോയിട്ടൊന്നുമില്ല. റൈസൊക്കെ വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ ഒരു രുചി കിട്ടുക ബിരിയാണി കഴിക്കുമ്പം. അപ്പൊ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതാണ്, റൈസ് നല്ല സോഫ്റ്റുമാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല രുചിയാണ് കഴിക്കാനും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.